നമസ്കാരം, വെൽക്കം ടു ഗോകുലം പാർക്ക്. ഗോകുലം പാർക്കിൻ്റെ കൺവെൻഷൻ സെൻറ്ററിലുള്ള നീലഗിരി റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെ ഈസി ആയിട്ടുള്ള മറ്റൊരു ഡെസേർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം. അതായത് ഇതിന് നമ്മൾ വിപ്ഡ് ക്രീമാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ കുറച്ച് മാംഗോ, ഫ്രഷ് മാംഗോ പൾപ്പാണ്, കുറച്ച് ജെലാറ്റിൻ, പിന്നെ ഗാർണിഷിന് വേണ്ടി കുറച്ച് ചെറി. ഇത്രയും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിനകത്ത് പോയത്. നമുക്ക് അത് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ആവശ്യത്തിന് ക്രീം ഒരു ബൗളിലേക്ക് ഇടുക. കുറച്ച് ജെലാറ്റിൻ ഉപയോഗിക്കുന്നത് വേഗം സെറ്റാവാൻ വേണ്ടിയാണ്. നമ്മൾ സർവിങ് ബൗളിലേക്ക് മാറ്റുമ്പോൾ നന്നായിട്ട് കട്ടിയായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ജെലാറ്റിൻ ഉപയോഗിക്കുന്നത്. മാംഗോ പ്യൂരെ സീസണായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വീടുകളിലും മാംഗോസ് ഉണ്ടാകും. അതും കൂടാതെ ടിന്നിൽ കിട്ടുന്നതുകൊണ്ട് ഫ്രഷ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതിൻ്റെ ഒപ്പം തന്നെ മാംഗോ പ്യൂരെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരുപാട് ഇളക്കാതെ സാവധാനം നന്നായി മിക്സ് ചെയ്ത് ചേർക്കുക. ശരിക്കും ക്രീമിന് നന്നായിട്ടൊരു മാംഗോയുടെ ഫ്ലേവർ ഇറങ്ങി വരണം. നന്നായി മിക്സായി അതായത് നമുക്കത് സർവിങ് ബൗളിലേക്ക് മാറ്റാം. നന്നായിട്ട് ഫില്ലായി. ഇനി ഒരല്പം ഗാർണിഷിന് വേണ്ടി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം പ്യൂരെ. നമ്മുടെ മാംഗോ ഫ്ലഫ് റെഡിയായി. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അധികം ഇൻഗ്രീഡിയൻസ് കണ്ടുപിടിക്കാൻ തന്നെ വളരെ ഈസിയാണ്. മാർക്കറ്റിൽ വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ് ക്രീം. ഇത് നമ്മൾ ബീറ്റർ ഉപയോഗിച്ച് വിപ്പ് ചെയ്തെടുത്തേക്കുന്ന ക്രീമാണിത്. അതുപോലെ തന്നെ മാംഗോ പ്യൂരെ അൺസീസൺ ആണെങ്കിലും നമ്മൾ മാർക്കറ്റിൽ ചെന്നാൽ അതിൻ്റെ പ്യൂരെ പൾപ്പ് നമുക്ക് ടിന്നുകളിൽ കിട്ടും. പിന്നെ കുറച്ച് ജെലാറ്റിൻ സാധാരണ വീടുകളിലൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ വേണമെങ്കിൽ ഒരു ചെറി ഗാർണിഷിന് വേണ്ടി വെക്കാം. ഒരു ചെറിയും ഗാർണിഷിന് വേണ്ടി വെച്ചു. മാംഗോ ഫ്ലഫ് പേര് പോലെ തന്നെയാണ്, ഭയങ്കര ഫ്ലഫി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സെറ്റായതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ശരിക്കും മൂസ് അതേ ഒരു ഫീൽ തന്നെയാണ് ഇതിന് അവസാനം വരുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇത് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം.